ഒരു സിനിമ മാത്രമല്ല, ചരിത്രത്തിലും കഥകളിലും മിത്തുകളിലും പോലും വില്ലനാണ് കഥയ്ക്കും നമ്മുടെ പ്രിയ നായകനും പൂർണ്ണത നൽകുന്നത്. ദൈവം വാഴ്ത്തപ്പെട്ടവനായത് ചെകുത്താനുള്ളത് കൊണ്ടാണ്. ദാവീദിനെ മഹാനാക്കിയത് ഗോലിയാത്തും, രാമനെ രാവണനും, കൃഷ്ണനെ കംസനുമാണ് യഥാർത്ഥ നായകന്മാരാക്കുന്നത്. പരസ്പര പൂരകങ്ങളില്ല എങ്കിൽ നായകൻ വെറും നിഷ്പ്രഭനാകുന്ന ഒരുപാട് സന്ദർഭങ്ങൾ നമുക്കറിയാം. വില്ലനെ കണ്ടെത്തി കീഴ്പ്പെടുത്തി അതിൻ്റെ പേരിൽ വാഴ്ത്തിപ്പാടി മഹാനായി ജീവിക്കുന്ന നായകനെ നോക്കുമ്പോൾ തോൽക്കാൻ വില്ലനുള്ളത് കൊണ്ടാണ് അവൻ നായകനായതെന്ന് നമ്മൾ മനസ്സിലാക്കിയാൽ നല്ലത്. കഥയിൽ കീഴ്പ്പെട്ടുവെങ്കിലും യഥാർത്ഥത്തിൽ ജയിച്ചു വരുന്ന നായകൻ തന്നെയാണ് ഡാർക്ക് നൈറ്റിലെ ഹീത്ത് ലെഡ്ജറിൻ്റെ ജോക്കർ. വാട്സപ്പ് സ്റ്റാറ്റസുകളുടെ വരവോടുകൂടി നോളനെയോ ബാറ്റ്മാനെയോ എന്തിന് ഡാർക്ക് നൈറ്റ് എന്ന സിനിമ പോലും അറിഞ്ഞില്ലെങ്കിലും ജോക്കറിനെ അറിയുന്ന ഒരു വിഭാഗം ഉടലെടുത്തു. എക്സ്ട്രീം സൈക്കോയായി, അനാർക്കിസ്റ്റായി, നന്മയുടെ ഒരംശം പോലുമില്ലാത്ത കൊടും വയലൻസ് വിതറുന്ന വില്ലനായിട്ടും ജോക്കറിനെ ഇഷ്ടപ്പെടുന്നവർ ഒരുപാട്. കൊടും ഭീകരനായ ജോക്കറിനെ ഇഷ്ടപ്പെടുന്നത് വഴി അനാർക്കിസ്റ്റായ അല്ലെങ്കിൽ സൈക്കോപാത്തായ തലമുറ ഉടലെടുക്കുമെന്ന് ഭയപ്പെടുന്നവർ ഒന്ന് മനസ്സിലാക്കുക. മുഖം മൂടി അണിയാത്ത, സത്യം തുറന്നു പറയുന്ന മനുഷ്യനായിരുന്നു ജോക്കർ. കഥയിൽ വില്ലനെങ്കിലും അയാൾ പറയുന്ന പല കാര്യങ്ങളും നമ്മുടെ യഥാർത്ഥ ജീവിതത്തിലെ സത്യങ്ങളാണ്. ഇഫ് യു ആർ ഗുഡ് അറ്റ് സംതിങ് ഡോണ്ട് ഡു ഇറ്റ് ഫോർ ഫ്രീ എന്ന് ജോക്കർ പറയുന്നത് ശ്രദ്ധിക്കുക. ദൈവത്തിനും മനുഷ്യനുമിടയിൽ നിലകൊള്ളുന്ന പുരോഹിതന്മാരും നമ്മളെ എപ്പോഴും നന്നാക്കാൻ നടക്കുന്ന ഒരു മോട്ടിവേഷൻ സ്പീക്കറും ജോക്കറിൻ്റെ ഈ ചെറിയ വലിയ സ്റ്റേറ്റ്മെൻറ്റിനുള്ളിൽ നിലകൊള്ളുന്ന നന്മമരങ്ങളാണ്. മുൻപ് ഒരുപാട് ജോക്കർ കഥാപാത്രങ്ങൾ വന്നിട്ടുണ്ടെങ്കിലും ഇത്രയധികം ആരാധകരെ സൃഷ്ടിച്ചിട്ടുള്ളത് ഹീത്ത് ലെഡ്ജർ അഭിനയിച്ച ഈ ഒരേ ഒരു ജോക്കറിന് മാത്രം. ജോക്കർ എന്ന കഥാപാത്രത്തിൻ്റെ പൂർണ്ണതയ്ക്ക് വേണ്ടി ഏകദേശം 43 ദിവസം ഹീത്ത് ലെഡ്ജർ ഒറ്റയ്ക്ക് ഒരു റൂമിൽ കഴിയുകയുണ്ടായി. ഒരു എക്സ്ട്രീം സൈക്കോയായി കഥാപാത്രമായി മാറുന്നതിന് വേണ്ടിയായിരുന്നു ഹീത്ത് ഇപ്രകാരം ചെയ്തത്. തുടർന്ന് ജോക്കറിൻ്റെ സകല ഇമോഷൻസും സങ്കടങ്ങളും വികാരങ്ങളും ഫ്രസ്ട്രേഷനുമെല്ലാം ഒരു പോക്കറ്റ് ഡയറിയിൽ അദ്ദേഹം കുറിച്ചിട്ടു. പിന്നീട് എപ്പോഴും ഈ ഡയറി കൂടെ കൊണ്ട് നടന്നിരുന്ന ഹീത്ത് ലെഡ്ജർ കഥാപാത്രമായി മാറുവാൻ എപ്പോഴും ഈ ഡയറി വായിച്ചു കൊണ്ട് നടക്കുമായിരുന്നു. 1971 ക്ലോക്ക് വർക്ക് ഓറഞ്ച് എന്ന ചിത്രത്തിലെ അലക്സ് ഡേ ലാർജിൻ്റെ കഥാപാത്രത്തിൻ്റെ അപ്പിയറൻസ് ജോക്കറിൻ്റെ ക്യാരക്ടറിന് ഒരുപാട് ഇൻഫ്ലുവൻസ് ആയിട്ടുണ്ട്. മാത്രമല്ല സിഡ് വിഷൻ എന്ന ഒരു മ്യൂസീഷ്യൻ്റെ ചേഷ്ടകളും ജോക്കറിൻ്റെ കഥാപാത്രത്തിന് ജീവൻ നൽകിയിട്ടുണ്ട്. നിത്യജീവിതത്തിൽ എപ്പോഴും നാക്കിട്ട് ഞൊട്ടുന്ന ഹീത്ത് ലെഡ്ജർ ആ ഒരു മാനറിസം ജോക്കറിന് നൽകുകയും സംഭാഷണത്തിൽ ഒരു എക്സ്ട്രീം ഡിഫറൻസ് വരുത്തുവാനും ശ്രമിക്കുകയുണ്ടായി. ഡാർക്ക് നൈറ്റിൽ ഹീത്ത് ലെഡ്ജർ ജയിലിൽ അകപ്പെട്ട് കിടക്കുന്ന ഒരു സീനിൽ തൻ്റെ എക്സ്ട്രീം മുഖഭാവത്തോടെ ക്ലാപ്പ് ചെയ്യുന്ന ഒരു രംഗം യഥാർത്ഥത്തിൽ സ്ക്രിപ്റ്റിൽ ഇല്ലായിരുന്നു. ഹീത്ത് കയ്യിൽ നിന്നും ചെയ്ത ഈ ക്ലാപ്പ് രംഗം കണ്ട് ഡയറക്ടർ നോളൻ കട്ട് ചെയ്യരുതെന്നും ഷൂട്ടിംഗ് തുടരുവാനും ആവശ്യപ്പെടുകയായിരുന്നു. അതുപോലെ തന്നെ ബാറ്റ്മാനിലെ മികച്ചൊരു രംഗമാണ് ജോക്കർ ഹോസ്പിറ്റലിൽ ബോംബ് വെച്ച് ആനന്ദിച്ചു വരുന്ന ഒരു രംഗം. ഹോസ്പിറ്റലിൽ നിന്നും പുറത്തിറങ്ങി ബോംബ് എക്സ്പ്ലോഡ് ചെയ്യാൻ റിമോട്ടിൽ ഞെക്കുന്ന സമയത്ത് സാങ്കേതിക തകരാർ മൂലം ഡിലേ ഉണ്ടായി. ഈ സമയത്ത് ലെഡ്ജർ യാതൊരു ഭാവഭേദവും കൂടാതെ തൻ്റെ കയ്യിൽ നിന്നെടുത്ത് സ്ക്രിപ്റ്റിൽ പറഞ്ഞിട്ടില്ലാത്ത വിധം അഭിനയം തുടരുകയായിരുന്നു. ഈ സമയമത്രയും കട്ട് പറയാതെ ഷൂട്ടിംഗ് തുടരാൻ ആവശ്യപ്പെട്ട നോളന് ലഭിച്ചത് ലോക സിനിമയിലെ തന്നെ ഒരു ക്ലാസിക്കായിട്ടുള്ള മികച്ച അഭിനയ മുഹൂർത്തങ്ങളിൽ ഒന്നും. ബാറ്റ്മാൻ ജോക്കറിനെ ക്വസ്റ്റ്യൻ ചെയ്യുകയും മർദ്ദിക്കുകയും ചെയ്യുന്ന ഒരു രംഗത്തിൽ അതിൻ്റെ തീവ്രത ലഭിക്കാതെ വന്നപ്പോൾ ഹീത്ത് ലെഡ്ജർ ബാറ്റ്മാൻ കഥാപാത്രമായ ക്രിസ്ത്യൻ ബെയിലിനോട് കഴിയാവുന്നത്ര ആഘാതത്തിൽ തന്നെ ഇടിക്കാൻ ആവശ്യപ്പെടുകയായിരുന്നു. ആശയക്കുഴപ്പത്തിലായ ബെയിലിനോട് തന്നെ അടിക്കുന്നതിൽ തനിക്ക് യാതൊരു കുഴപ്പമില്ല എന്ന് ആവർത്തിച്ച ഹീത്ത് ആ രംഗത്തിൽ വാരിക്കൂട്ടുന്ന ഇടി മുഴുവനും ശരിക്കുമുള്ള മർദ്ദനമാണ്. ഇതിനു മുൻപ് വന്നിട്ടുള്ള മറ്റ് ജോക്കർ കഥാപാത്രങ്ങളിൽ നിന്നും വ്യത്യസ്തത തൻ്റെ കഥാപാത്രത്തിന് വേണമെന്ന ആശയത്തിൽ ഹീത്തിൻ്റെ നിർദ്ദേശപ്രകാരമാണ് ജോക്കറിൻ്റെ കഥാപാത്രത്തിൻ്റെ കവിളിൽ അത്തരമൊരു മുറിപ്പാടിട്ടത്. സ്കോട്ട്ലൻഡിലെ ഗ്യാങ് മെമ്പേഴ്സ് തൻ്റെ ശത്രുവിൻ്റെ മുഖത്ത് കത്തിക്ക് കോർന്ന സ്കാർഗ്ലോ എന്ന ഈ പാട് ജോക്കറിന് കൊടുത്തത് ഹീത്ത് പ്രത്യേകം പറഞ്ഞതിനാലും.
ചിത്രത്തിലെ ഒരു രംഗത്തിൽ ഫുൾ മേക്കപ്പിൽ വരുന്ന ജോക്കറിൻ്റെ വില്ലനിസം കണ്ട് ഭയപ്പെട്ട് മുഖത്തേക്ക് പോലും നോക്കാൻ മടിക്കുകയും പറയേണ്ടുന്ന ഡയലോഗുകൾ വരെ മറ്റ് കഥാപാത്രങ്ങൾ മറന്നു പോവുകയും ചെയ്യുന്ന ഒരു സാഹചര്യം ഷൂട്ടിങ്ങിനിടയിൽ ഉണ്ടായിട്ടുണ്ട്. അതുപോലെ ചിത്രത്തിൽ ഉടനീളം തൻ്റെ കഥാപാത്രത്തിന് മേക്കപ്പ് ഇടുന്നത് ഹീത്ത് ലെഡ്ജർ തന്നെയായിരുന്നു. ഡാർക്ക് നൈറ്റിലെ റോബറി സീനിൽ ഹീത്ത് ലെഡ്ജർ വയ്ക്കുന്ന മാസ്ക് യഥാർത്ഥത്തിൽ 1960 ബാറ്റ്മാൻ TV സീരീസിൽ ഒരു കഥാപാത്രമണിയുന്ന മാസ്കാണ്. 2008 മുൻപേ അത്ര വലിയ ഫേമസ് അല്ലാതിരുന്ന IMDb റേറ്റിങ്ങിനെ ഇത്രയധികം ഫേമസ് ആക്കിയതിനു പിന്നിൽ ബാറ്റ്മാനും അതുപോലെ ഹീത്ത് ലെഡ്ജറിനും വലിയൊരു പങ്കുണ്ട്. ബാറ്റ്മാൻ ബിഗിൻസ് കഴിഞ്ഞ് ഡാർക്ക് നൈറ്റ് റിലീസ് ചെയ്യാൻ പോയതും ഹീത്ത് ലെഡ്ജറിൻ്റെ മരണവും ബാറ്റ്മാൻ എന്ന ബ്രാൻഡും ഡാർക്ക് നൈറ്റിന് വലിയൊരു ഹൈപ്പ് ഉണ്ടാക്കിക്കൊടുത്തു. ഉണ്ടാക്കപ്പെട്ട ഹൈപ്പിനോട് 100% നീതി പുലർത്തുന്ന ചിത്രമായിരുന്നു ഡാർക്ക് നൈറ്റ്. ചിത്രം ഹിറ്റായതിൻ്റെ ഫലമായി IMDb റേറ്റിങ്ങിൽ ഡാർക്ക് നൈറ്റ് 1ാം സ്ഥാനത്ത് വന്നു. അത്രയും നേരം കഥയിൽ ഇല്ലാതിരുന്ന ഗോഡ് ഫാദർ എന്ന സിനിമയുടെ ആരാധകർ രംഗത്ത് വരികയും IMDbയിൽ ഒരു വലിയ റേറ്റിംഗ് യുദ്ധം ഉടലെടുക്കുകയും ചെയ്തു. പിന്നീട് IMDb ഫേമസ് ആവുകയും ഒരുപാട് ആളുകൾ റേറ്റിങ്ങിന് എത്തിയതിൻ്റെയും ഫലമായി ഷോഷാങ്ക് എന്ന ചിത്രം 1ാം സ്ഥാനത്തെത്തുകയും ചെയ്തു. അങ്ങനെ രംഗം ശാന്തമാവുകയും IMDbക്ക് സിനിമാ പ്രേക്ഷകർക്കിടയിൽ വലിയൊരു സ്ഥാനമുണ്ടാവുകയും ചെയ്തു.